രവി കുറേ നേരം കുനിഞ്ഞു കിടന്നു. അതിനുശേഷം വീണ്ടും ബാക്കി ജോലി കൂടി ചെയ്തു. എന്നത്തെയും കണക്ക് ഇറങ്ങാതെ 5 മിനിറ്റ് നേരത്തെ ഇറങ്ങാമെന്ന് അവൻ കരുതി. സാധാരണ നേരത്തെ പോകണമെങ്കിൽ അരമണിക്കൂറിന് മുമ്പേ ഇറങ്ങും. ഇന്ന് 5 മിനിറ്റ് മുമ്പേ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഒരുപാട് നേരത്തെ പോയാലും അവളോട് കുറേ നേരം സംസാരിച്ചിരുന്ന് സമയം പോകും. മാത്രമല്ല ഒരുപാട് നേരം അവളോടൊപ്പം ചിലവഴിക്കുന്നതാണ് അവൾക്കിപ്പോൾ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അങ്ങനെ അവൻ കാറും എടുത്ത് ഇറങ്ങി. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ പല പല ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. അങ്ങനെ ആലോചിച്ച് അവൾ നിൽക്കുന്ന സ്ഥലത്തെത്തി. ദൂരെ നിന്നേ അവൻ കണ്ടു. ഹോസ്റ്റലിൻ്റെ ഗേറ്റിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്ത രൂപം പോലെ തോന്നിച്ചു. അവൾ വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് അവന് തോന്നി. കുളിക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വല്ലാത്ത രൂപം. ആകെപ്പാടെ കരഞ്ഞ മട്ടുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് കാർ നിർത്തി. കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ അവളെ നോക്കിയപ്പോൾ അവനെല്ലാം മനസ്സിലായി. അവന് ഇറങ്ങി കുറച്ചു നേരം സംസാരിക്കണോ അതോ ജസ്റ്റ് കണ്ടിട്ട് പോകണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായി. അവളുടെ ആ ലുക്ക് കണ്ടപ്പോൾ അവന് 5 മിനിറ്റ് സംസാരിക്കണമെന്ന് തോന്നി. അവൻ പറഞ്ഞു, നീ കാറിലേക്ക് കയറൂ, ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ അവളുടെ കോലം കണ്ടപ്പോൾ അവൻ എന്തോ ജസ്റ്റ് കണ്ടിട്ട് പോകാൻ മനസ്സനുവദിച്ചില്ല. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ മനസ്സമാധാനം കിട്ടില്ല. അങ്ങനെ അവളോട് കാറിൻ്റെ ബാക്കിൽ കയറാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാമോ, ഞാൻ കുട്ടിയെ എൻ്റെ കൂട്ടുകാരിയെ ഒന്ന് ഏൽപ്പിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വരാം. അങ്ങനെ അവൾ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് പോകുന്നത് നോക്കി അവൻ നിന്നു. പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചു വന്നു. മുഖമൊന്ന് കഴുകി മുടിയൊന്ന് ചീകിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അവൾ ഇരുന്നു. അവൾ ഇരുന്നപ്പോൾ അവൻ ചോദിച്ചു, എങ്ങോട്ടേക്ക് പോകാനാണ്? അവൾ ഒന്നും മിണ്ടിയില്ല. നമ്മൾ എന്നും ജ്യൂസ് കുടിക്കുന്ന കടയിലേക്ക് തന്നെ പോകാം, അവൻ അവളുടെ സമ്മതം ചോദിക്കാതെ തന്നെ പറഞ്ഞു. അവൾ മൂളി. അതിനുശേഷം അവർ എന്നും ജ്യൂസ് കുടിക്കുന്ന കടയിലേക്ക് പോയി. കടയിലേക്ക് ചെന്ന് ഒരു ഒഴിഞ്ഞ കോണിൽ കസേര പിടിച്ചിട്ടിരുന്നു. അതിനുശേഷം അവൻ ചോദിച്ചു, നീ എന്താണ് ഈ എന്നും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്? നീ ഈ സാഹചര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് നിൻ്റെ അടുത്ത്. പിന്നെ നീ എന്താ ഇങ്ങനെ? രവി എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നത്? എനിക്ക് ആകെപ്പാടെ ടെൻഷനും വിഷമവും ഒക്കെ ആയിപ്പോയി. രവി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ രവിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എനിക്ക് വല്ലാത്ത ആദ്യമായി. ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. എനിക്കിപ്പോൾ രവി ഇല്ലാതെ പറ്റുന്നില്ല. രവിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. രവി ഇനി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കരുത്. അത് ഫോണിൻ്റെ ചാർജ് തീർന്നതാണ്. കള്ളം പറയുകയാണ് രവി. ഞാൻ വിളിക്കുമെന്ന് കരുതിയിട്ടല്ലേ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. അവനൊന്നും മിണ്ടിയില്ല. മാത്രമല്ല മെസ്സേജ് അയച്ചിട്ട് അത് കാണുന്നുണ്ട്, എനിക്കൊരു മറുപടി പോലും തരുന്നില്ല. ഞാൻ എങ്ങനെ മറുപടി തരാനാണ്? എൻ്റെ അടുത്ത് സൗമ്യമുണ്ട്. മറുപടി തന്നു കഴിഞ്ഞാൽ പിന്നെ നീ അതിനുള്ള റിപ്ലൈ അയക്കും. ആകെപ്പാടെ പ്രശ്നമാവും. നിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടായിരുന്നോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്? എനിക്കതല്ല, എനിക്ക് രവിയെടുത്ത് എനിക്കൊന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ശ്വാസം മുട്ടൽ പോലെയാണ്. സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടല്ലേ ഞാൻ വീട്ടിലേക്ക് പോയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എന്താ പ്രശ്നം? എൻ്റെ ഈ ഒരു ജീവിതം കൂടി ഇല്ലാതാവണോ? അതാണോ നിൻ്റെ ആഗ്രഹം? അവളൊന്നും മിണ്ടിയില്ല. ഇപ്പോഴും ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കരുത് നീ. ഞാൻ ഇന്നലെ കൂടെ നിന്നെ ഉപദേശിച്ചതേ ഉള്ളൂ. നീ എനിക്ക് കുറച്ച് സ്വൈര്യം താ, കുറച്ച് സമാധാനം താ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിൻ്റെ കണ്ടിട്ട് വെറുതെ മൈൻഡ് ചെയ്യാതെ ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നീ എനിക്ക് നല്ലതായിരുന്നു ചെയ്തത്. നിന്നെ ഞാൻ സഹായിക്കാനും നിന്നെ സ്നേഹിക്കാനും ഇറങ്ങി പുറപ്പെടാൻ. നീ എന്നെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പുറത്ത് എന്നെ സഹായിക്കാനും നിൻ്റെ കഷ്ടതകളെ കൈപിടിച്ചുയർത്താനും വന്നു. അപ്പോൾ പിന്നെ നീ എനിക്ക് മനസ്സമാധാനം തരാതെ ഇങ്ങനെ നിൽക്കരുത്. എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് ഓഫീസിൽ ചെന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വീട്ടിൽ വന്നാൽ മനസ്സമാധാനമില്ല. വീട്ടിൽ അവളാണെങ്കിൽ എനിക്കൊരു കുറവും വരുത്താതെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ചെന്നുകൊണ്ട് മുഖത്തെ എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ ചോദിക്കില്ലേ, നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷനെന്ന്? കാര്യം വീട്ടിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല, ഓഫീസിൽ എനിക്ക് ടെൻഷനില്ല. നീയാണ് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ്റെ കാരണം. ഒരു മനസ്സമാധാനം തരാതെ നീ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു എന്നെ ആഗ്രഹിക്കരുതെന്ന്. പിന്നെ നിനക്ക് പ്രശ്നം എന്താണ്? അവളൊന്നും മിണ്ടിയില്ല. നീ ഇങ്ങനെ എപ്പോഴും എന്നെ കിടന്ന് ശല്യപ്പെടുത്തരുതേ. നിനക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് വന്ന് കണ്ടോളാം. നീ അല്ലാതെ എന്നെ ഇങ്ങനെ വിളിക്കാനോ അല്ലെങ്കിൽ കാണണമെന്ന് വാശി പിടിക്കാനോ നിൽക്കരുത്. എനിക്കിന്നൊരു കുടുംബമുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. അത് നീ മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞല്ലോ നിന്നെ സഹായിക്കാമെന്ന്. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തില്ലേ. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അവൾ ഒന്നും മിണ്ടാതെ ഒരു ഇരിപ്പിരിക്കൂ. നീ ഒന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല രമ്യ. നീ ഉള്ളത് തുറന്ന് പറ. നിൻ്റെ ലക്ഷ്യം എന്താണ്? നിനക്ക് എന്താണ് ഉദ്ദേശം? നീ ഉള്ള സത്യം നീ തുറന്ന് പറ. പിന്നെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ജീവിതം എന്തായി മാറുമെന്ന് സൗമ്യ എങ്ങാണ്ട് പറഞ്ഞാൽ. അവൻ ഉൾഭയത്തോടു കൂടിയാണ് അവളോട് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. നീ എല്ലാം അങ്ങ് കുട്ടിക്കളിയായിട്ട് കാണരുത്. അതാ എനിക്കതേ നിന്നോട് പറയാനുള്ളൂ. അവൻ നിസ്സഹായാവസ്ഥയിലാണ് അവളോട് സംസാരിച്ചത്.
അവൾ പറഞ്ഞു, രവിയെ ഞാൻ ഇനി എന്നാൽ ശല്യപ്പെടുത്താൻ വരുന്നില്ല. നിന്നോട് ഞാൻ എന്തോ പറഞ്ഞു? എന്നെ ശല്യപ്പെടുത്തരുതെന്നാണോ ഞാൻ നിന്നോട് പറഞ്ഞത്? നിനക്ക് എല്ലാ അർത്ഥത്തിലും ഞാൻ സഹായത്തിന് കാണും, ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നില്ലേ? പിന്നെ നീ ഇങ്ങനെ വിളിക്കും മെസ്സേജ് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അത് നീ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി അല്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നീ എന്തിനാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളച്ചൊടിക്കുന്നത്? ഞാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നീ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ നിനക്ക് അറിയത്തില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നീ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് അയക്കാം, കാണാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇന്ന് എനിക്കൊരു ഭാര്യയുണ്ട്, പിന്നെ എൻ്റെ കുട്ടികൾ, ഇവരൊക്കെ ഉള്ളപ്പോൾ നീ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സംസാരിക്കും? നിൻ്റെ അവസ്ഥയാണോ എൻ്റെ അവസ്ഥ? നിനക്ക് പിന്നെ അവിടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. എൻ്റെ അവസ്ഥ ഇങ്ങനെ മോശമായതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഗതി വന്നത്. നീ നിൻ്റെ അവസ്ഥയെപ്പറ്റിയൊന്നും പറയണ്ട, വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം സംസാരിച്ചാൽ മതി. രവി അല്പം ഗൗരവത്തോടു കൂടി സംസാരിച്ചു. അതിനിടയ്ക്ക് എന്നെ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് വന്നു. എന്തെങ്കിലും കഴിക്കാൻ വേണോ അവൻ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട. നീ ഇന്നത്തെ ദിവസം എന്തെങ്കിലും കഴിച്ചോ അവൻ ചോദിച്ചു. ഞാനൊന്നും കഴിച്ചില്ല. നീ എന്താണ് ലീവ് എടുത്തത്? എനിക്കെന്തോ കടയിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് രവിയുടെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയതിനു ശേഷം എനിക്ക് പിന്നെ കടയിൽ നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. ഞാൻ അന്നേരം തൊട്ട് തുടങ്ങിയ കരച്ചിലാണ്. അറിയോ രവിക്ക്? രവിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കരച്ചിൽ നിർത്തിയത്. എനിക്ക് മനസ്സമാധാനം കിട്ടിയത്. ആ ഒരു അവസ്ഥയിലായിപ്പോയി ഞാനിപ്പോൾ. ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. ഞാൻ ഇന്ന് ഈ അവസ്ഥയിലാവാൻ കാരണം രവി ഒരാളാണ്. ഞാൻ രവിയെ തേടി വന്നതല്ല. രവിയാണ് ഇങ്ങോട്ട് വന്ന് എന്നെ ഇങ്ങനെ ആക്കിയത്. ഞാൻ എന്തോ ചെയ്ത്? ഞാൻ നിന്നെ നിൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു? അതോ നിന്നെ കല്യാണം കഴിക്കാമെന്ന് നിനക്ക് ഞാൻ വാക്ക് തന്നോ? ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണോ? ഇത്ര വലിയ തെറ്റായി പോയേ? അവളൊന്നും മിണ്ടിയില്ല. കുഞ്ഞിനെ എന്നുകൊണ്ട് കാണിക്കും? അവൾ ചോദിച്ചു. വിഷയം മാറ്റിയതാണോ? അവളത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് അവനൊരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ആയല്ലോ, എങ്കിൽ മറ്റന്നാൾ കൊണ്ട് കാണിക്കാം അവൻ പറഞ്ഞു. അവളോട് ഞാൻ ഇന്ന് കാര്യങ്ങളൊക്കെ പറയാം, അതിന് ശേഷം മറ്റന്നാൾ കൊണ്ട് കാണിക്കാം. പോരെ? മറ്റന്നാൾ എപ്പോൾ വരും? ഉച്ചയ്ക്ക് ശേഷം വരാം. ഉച്ചയ്ക്ക് ശേഷം നീ കാണത്തില്ലേ? എന്തായാലും അവൾ നിൻ്റെ അടുത്തോട്ട് തന്നെ വരത്തുള്ളൂ. ആരാ? സൗമ്യ. അപ്പോൾ പിന്നെ നിനക്ക് കുഞ്ഞിനെയും കാണാം, അവളെയും കാണാം. പോരെ? അവൾ തലയാട്ടി. മറ്റന്നാൾ ഉറപ്പായിട്ടും കുഞ്ഞിനെ കൊണ്ട് കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കും. എനിക്ക് അവനെ കാണണം, കണ്ടേ പറ്റത്തുള്ളൂ, അവൾ പറഞ്ഞു. കാണാമെന്ന് പറഞ്ഞില്ലേ? മറ്റന്നാൾ എന്തായാലും അവൾ, കുഞ്ഞും ഞാനും എല്ലാം കൂടെ വന്നിരിക്കും. എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന രീതിയിലാണ് വരുന്നത്. എനിക്ക് മാത്രമല്ലേ സത്യങ്ങൾ അറിയൂ. അപ്പോൾ നീ കുഞ്ഞിനെ കണ്ടിട്ട് നീ ഇപ്പോൾ കാണിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ നേരെ കാണിക്കാനോ അല്ലെങ്കിൽ സൗമ്യയുടെ നേരെ കാണിക്കാനോ ഒന്നും നിൽക്കരുത്. പിന്നെ ഇവിടം കൊണ്ട് അവസാനിക്കുക. എല്ലാ കാര്യങ്ങളും സത്യങ്ങളും അവൾ അറിയും. പിന്നെ അറിയാമല്ലേ, വിശ്വാസവഞ്ചന അത് ആരായാലും ക്ഷമിക്കത്തില്ല. പിന്നെ കുഞ്ഞിനെ നീ കണ്ടിട്ട് നീ ചുമ്മാതെ കരയാനോ അല്ലെങ്കിൽ ഒന്നും കാണിക്കാനും നിൽക്കരുത്. ഇങ്ങനെയൊക്കെ നീ എനിക്ക് വാക്ക് തരണം. വാക്ക് തന്നാൽ മാത്രമേ ഞാൻ നിന്നെ കുഞ്ഞിനെ കാണിക്കത്തുള്ളൂ. അതൊക്കെ ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ എല്ലാ അർത്ഥത്തിലും അവളാണിപ്പോൾ അവൻ്റെ അമ്മ. അതുകൊണ്ട് അമ്മയെന്നൊന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് ചെല്ലരുത്. ഇല്ല, ഞാൻ അങ്ങനെ ചെല്ലില്ല. എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഓക്കെ. വാക്കൊന്നും തെറ്റിച്ചേക്കരുത്. പിന്നെ ഞാനും കാണത്തില്ല നിനക്ക്, അവനും കാണത്തില്ല, ആരും കാണത്തില്ല. ശരി അവൾ പറഞ്ഞു. അവരെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. സംസാരിച്ചപ്പോഴോ അതിന് ഇരട്ടി ആശ്വാസം. അവൾക്ക് ഇപ്പോൾ രവിയെ കാണുന്നതും രവിയോട് സംസാരിക്കുന്നതും രവിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതുമാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു അവസ്ഥയിലാണിപ്പോൾ രമ്യ. കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ആശ്വാസമായോ? അവൾ തലയാട്ടി. എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ. കാര്യം താമസിച്ചാണ് എന്നും ചെല്ലുന്നത്. അവൾക്കാണെങ്കിൽ ഭയങ്കര പരാതി. അവൻ സൗമ്യയുടെ പേര് പറയുന്നത് അവൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോഴേ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ട്. എന്തിനാ ഏത് സമയവും സൗമ്യയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ സൗമ്യയുടെ കാര്യമല്ല പറഞ്ഞത്, താമസിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. താമസിച്ച് ചെല്ലുമ്പോൾ ഏത് ഭാര്യയായാലും തിരക്കില്ലേ? അത് തന്നെ അവളും തിരക്കും. എന്നും ഇങ്ങനെ താമസിക്കുകയല്ലേ ഞാൻ. ഇന്നലെയും എന്നെ വഴക്ക് പറഞ്ഞ്. അവൾക്ക് എന്തോ മനസ്സിലൊരു കുശുമ്പും അസൂയയും തോന്നി. സൗമ്യയോട് നന്നായി ദേഷ്യവും തോന്നി. അവൾക്ക് എത്രയായാലും തൻ്റെ ഭർത്താവായിരുന്നു രവി. അവൾ എവിടെ നിന്ന് കയറി വന്നു? അവൾ എന്നു മുതലാണ് രവിയുടെ ഭാര്യയായത്? അവളിപ്പോൾ ഒരു അവകാശി വന്നേക്കുന്നു. തൻ്റെ ഭർത്താവായിരുന്നു രവി. താൻ അവൾക്ക് ദാനം കൊടുത്തതാണ് രവിയെ. അവൾക്കിപ്പോൾ 24 മണിക്കൂർ രവി അടുത്തിരിക്കണം. എന്തുകൊണ്ടോ സൗമ്യയോട് വല്ലാത്ത ദേഷ്യം തോന്നി രമ്യയ്ക്ക്. ആദ്യമൊക്കെ സ്നേഹമായിരുന്നുവെങ്കിലും രവിയോട് അടുത്തതിന് ശേഷം സൗമ്യയോട് ഭയങ്കര ദേഷ്യം വന്നു. സ്വാഭാവികമായിരിക്കാം, അവൾ മനസ്സിൽ ആശ്വസിച്ചു.
അങ്ങനെ കുറച്ച് നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം അവൻ പറഞ്ഞു, നീ എണീക്ക്, ഞാൻ നിന്നെ ഹോസ്റ്റലിലാക്കാം, എനിക്ക് വീട്ടിൽ പോകണം, കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ രണ്ടുപേരും കടയിൽ നിന്ന് ഇറങ്ങി. അവൾ കാറിൻ്റെ ബാക്ക് സീറ്റിലിരുന്നു. അതിനുശേഷം കാറിലിരുന്ന് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ രവി, എനിക്കൊരു വാക്ക് തരണം, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ല എന്ന്. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല, പക്ഷെ നീ എന്നെ വിളിക്കാൻ പാടില്ല. ഇല്ല വിളിക്കത്തില്ല. ഞാൻ ട്രൂ കോളറിൽ രവി എപ്പോഴൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതെന്ത് വല്ലാത്ത അസുഖമാണെന്ന് അവന് തോന്നി. കാര്യം ട്രൂ കോളറിൽ തന്നെ തനിക്ക് കോളുണ്ടോ, താൻ ഓൺലൈനിലുണ്ടോ എന്ന് നോക്കുന്നത് തന്നെ വല്ലാത്ത പ്രശ്നം തന്നെ ഈ പെണ്ണിന്. അതേ കണക്ക് വാട്സാപ്പിലും ഞാൻ നോക്കും. പിന്നെ അവന് ഒന്നും മിണ്ടാൻ തോന്നിയില്ല. നീ എന്തെങ്കിലും ചെയ്യ്, പക്ഷെ നീ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ നിൽക്കരുത്. നീ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് നിന്നെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാനോ ഒക്കെ തോന്നുന്നത്. ഞാനിനി വിളിക്കത്തുമില്ല, മെസ്സേജ് അയക്കത്തുമില്ല. ഞാൻ രവി ഓഫീസിൽ വരുമ്പോഴേ ഞാൻ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ രവി ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും ഓഫീസ് ടൈമിൽ. അവൾ പറഞ്ഞു, ഓ ശരി. അവന് എന്തോ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ കടിച്ചമർത്തി. അങ്ങനെ അവളെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം അവൻ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.